ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസിനകത്ത് കള്ളം കയറിയിരിക്കുകയാണ്. ഒരു കള്ളത്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയപ്പം ആ കള്ളത്തി മറ്റേ കള്ളത്തീരെ ചെവിയിലോട്ട് പറഞ്ഞു കൊടുത്ത് ഇത് നീ പൊട്ടിക്കണം, ഇങ്ങനെ ഒരു കാര്യം കള്ളം പറഞ്ഞ് അവളെ ചെവിയിൽ പറയണ കേട്ടതാണ്. ഈ ഒരു കാര്യം ഇത് സത്യമല്ല, ഇത് കള്ളമാണ്, അത് സത്യമാണെന്ന് നീ വരുത്തി തീർക്കണം എന്ന് ഒരു കള്ളത്തി മറ്റേ കള്ളത്തീരെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മറ്റുള്ളടത്തും ഉണ്ട്, കട്ടപ്പേരെടുത്തും കൂടെയാണ് പറയുന്നത്. രണ്ടുപേരെ ചെവിയിലും പറഞ്ഞ് എന്നിട്ട് അവൾ അതിന് പ്രതികരിക്കുകയാണെങ്കിൽ, നല്ലോണം കേൾക്കാറുണ്ട് ആ ലൈവിൽ ചെവിയിൽ അവൾ പറയണത്, പ്രതികരിക്കുകയാണെങ്കിൽ അനുമോള് പ്രതികരിക്കുകയാണെങ്കിൽ മൈൻഡ് ചെയ്യണ്ട, അവൾ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കട്ടെ, അവൾ കരയട്ടെ എന്ന് പറഞ്ഞ് അത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പണി മൊത്തം കാണിച്ചത്. കാരണം ആദില നൂറ എന്ന് പറയുന്ന രണ്ട് നാറിച്ചികൾ ബിഗ് ബോസ് ഹൗസിൽ കയറി. സാധാരണ എല്ലാവരും ഗെയിം കളിക്കാനാണ് വരുന്നത്, അവർക്കൊക്കെ സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കാം, അവിടെ 100 ദിവസം നിൽക്കണം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ എല്ലാവരും അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. പക്ഷേ ഈ ചെറ്റകൾ രണ്ടെണ്ണം കൂടി, ഒരെണ്ണം ഇറങ്ങിപ്പോയി നമ്മളെ ശൈത്യ, അത് 5-6 കോലാഹലം കാണിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പോൾ നൂറയും ആദിലയും അനുമോളും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. പക്ഷേ അനുമോള് യഥാർത്ഥ സ്നേഹം അങ്ങ് കാണിച്ചു കൊടുത്ത് ഇവരെ രണ്ടുപേരെടുത്ത്. അനുമോൾ അറിയുന്നില്ലല്ലോ ഈ കള്ളത്തികൾ ചതിക്കുകയാണെന്ന് അവൾ അറിയുന്നില്ല. അവൾ ജെനുവിനായിട്ട് നിന്ന് അവൾ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറയും. മറ്റവരും പറയാറുണ്ട്, പക്ഷേ മറ്റവർ ഇങ്ങോട്ട് അനുമോളെടുത്ത് പറയണ കാര്യം അനുമോളൊന്നും ആരെ ചെവിയിലും കൊടുക്കാറില്ല. എന്തെല്ലാം കാര്യങ്ങളിരുന്ന് പറയണ കേൾക്കാം, പക്ഷേ അനുമോൾ ആരെടുത്തും ഒന്നും പറയില്ല. ഇവൾ വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവൾ കയ്യിൽ നിന്നിട്ട് ഇവളുമാർ ചെന്നിട്ട് മറ്റുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇതാണ് അവരെ ജോലി. കട്ടപ്പ ശൈത്യം എങ്ങനെയായിരുന്നു, അതാണ് അവർ തങ്ങളിൽ തെറ്റാൻ കാരണം. ആര്യനെ വെച്ചിട്ട് അനുമോളെയും കൂടെ ചേർത്ത് ഇവളില്ലാ കഥയൊക്കെ പറഞ്ഞുണ്ടാക്കിയായിരുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എവിക്റ്റ് ആവും എന്നുള്ള ഒരു സൂചന പോലെ അവൾക്ക് മുൻപ് കിട്ടിയായിരുന്നു. അത് അനുമോളെടുത്ത് പറഞ്ഞു. അപ്പോൾ അനുമോള് എന്നിട്ട് ആദില തന്നെ പറയുന്നുണ്ട് ലൈവിലിരുന്ന്, അനുമോളെ എനിക്ക് നമ്പർ തരണേ എന്ന് പറഞ്ഞ്. അത് നല്ലതുപോലെ അവളൊരു പേപ്പർ എടുത്തിട്ട് എഴുതി കൊടുക്കണേയൊക്കെ കണ്ടതാണ്. പേപ്പറിൻ്റെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇവൾ എഴുതി കൊടുക്കുന്നുണ്ട്, എന്നാ നമ്പർ. എന്നിട്ട് ഇവൾ നല്ലതുപോലെ പറയുന്നുണ്ട്, അങ്ങ് വീട്ടിൽ നീ അങ്ങ് ചെന്നതിന് ശേഷം നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ വിളിച്ചിട്ടൊന്നും പറയണേ, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമാണ് എന്നൊക്കെ പറയാനായിട്ട് ഇവൾ നമ്പർ എഴുതി കൊടുത്തു. അതുപോലെ തിരിച്ച് ആദിലെ നമ്പർ കൊടുത്ത് ഇവൾ അപ്പോഴേ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ അങ്ങ് ഇട്ട് കബോർഡിനകത്ത് അവൾ ഇട്ട്. ആദിലെ അങ്ങനെയാണ് ചെയ്ത. ഈ പോക്കറ്റിനകത്ത് കുത്തി അപ്പോഴേ തന്നെ പോക്കറ്റിലോട്ട് അവൾ ഇട്ടായിരുന്നു അന്ന്. ആ സമയത്ത് ഇട്ടിട്ട് ഇവളെടുത്ത് കബോർഡിനകത്ത് ഇവളും അവിടെ തന്നെയാണ് ഇട്ട് വെച്ചിരുന്നത്. ഇത്രയും നാളായിട്ട് അവൾ ചവറ്റുകുപ്പയിൽ ആദിലെ ഇട്ടതുമില്ല. ആ നമ്പർ അവിടെ ഉണ്ടായിരുന്നു. പോവാൻ നേരത്ത് പറഞ്ഞത് എന്തോന്നാണ്, എല്ലാവരും വെളിയിൽ നിന്ന് ഗ്രൂപ്പ് കൂടി അവർ മീറ്റിങ്ങും കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് വന്ന വ്യക്തികളാണ് ഇതെല്ലാവരും. അനുമോൾക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞും കൊണ്ട് അനുമോളെ തകർക്കാനായിട്ട് കയറിയ വാഴകളാണ് ഇതെല്ലാം. അവരെ കൂടെ അങ്ങ് ആദിലെ നൂറേയും ഈ ശൈത്യം എന്ന് പറഞ്ഞ വിഷം പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോന്ന് കുത്തി പറഞ്ഞു കൊടുത്ത്. പിന്നെ ഇവരെ വായി തോന്നണയൊക്കെയാണ് അങ്ങ് അനുമോളെ കുറിച്ച് പറയണത്. ഒരു തീരുമാനം എടുത്തു. ഇപ്പം ഈ നമ്പർ, ഇപ്പം അനുമോളെ നമ്പറാണ് എഴുതി കൊടുക്കണത്, നിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നീ വിളിക്കണമെന്ന് പറയണത്. എന്നിട്ട് അതിന് ശേഷം ഈ നമ്പർ പറഞ്ഞ എന്തോന്നാണ്, ഈ വിഷം ശൈത്യം എല്ലാവരും കൂടെയാണ് ഇരുന്ന് പറഞ്ഞു കൊടുത്തത്. ഇതിങ്ങനെ പറയണം, ബിൻസി ഇവരെല്ലാവരും, കുത്തിത്തിരിപ്പ് ബിന്നി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഗ്രൂപ്പായിട്ട് പറഞ്ഞ്, സരിക ഉണ്ട് കേട്ടോ, സരിക ഉണ്ട്, ശാരിക, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പറയണത്, ഒരു കാര്യം ചെയ്യുക, ഇത് അനുമോള എന്തായാലും PR-ൻ്റെ വിഷയമാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ അനുമോള PR-ൻ്റെ നമ്പറാണ് അനുമോൾ എഴുതി തന്നത്. നീ എവിക്റ്റായി പോയതിന് ശേഷം അക്ബറിനെ തകർക്കണം, അക്ബറിനെ നശിപ്പിക്കണം, നൂറയെ കയറ്റണം എന്നുള്ളൊരു രീതി
പറഞ്ഞതായിട്ട് ഇവൾ പറഞ്ഞു വെച്ചു. അങ്ങനെ ആരെങ്കിലും പറയും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു PR-നെ ഇടപാട് ചെയ്ത് ഈ ആളിൻ്റെ നമ്പർ എങ്ങനെ കാണാപ്പാട്? അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയാൽ തന്നെ ഭ്രാന്തെടുക്കും. ഇതൊക്കെ കേട്ടും കൊണ്ട് സ്വന്തം നമ്പർ പോലും മറക്കണ അവസ്ഥയാണ്. വീട്ടുകാരെ ഓർമ്മ വരില്ല എന്ന് പറയണ്, നടന്ന കാര്യങ്ങൾ ഓർമ്മ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അയാളെ PR-ൻ്റെ ഫോൺ നമ്പർ എഴുതി വെക്കണ? അതെന്തിനാണ്? അല്ലെങ്കിൽ തന്നെ ഇവക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോളടുത്ത് ചോദിക്കണ്ടല്ലോ. അനുമോളെ നമ്പർ വാങ്ങിച്ചിട്ട് അവിടെ ചെന്നിട്ട് വിളിക്കാമല്ലോ. വിളിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചതിന് ശേഷം അവൾക്ക് വേണമെങ്കിൽ അങ്ങനെ PR-ന് ഇടപാട് ചെയ്തൂടെ? അങ്ങനെ വേണമെങ്കിലും ചെയ്തൂടെ? അപ്പം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ വിഷയമായി മാറി. അവൾ പെട്ടെന്ന് അനുമോൾക്ക് സങ്കടം വരും കേട്ടോ. ഇത് ഇല്ലാത്ത കാര്യമാണല്ലോ പറയണ. അപ്പം ആദില പറഞ്ഞുണ്ടാക്കിയത് അങ്ങ് ചെന്നിട്ട് PR-നെ വിളിപ്പിച്ചിട്ട് അക്ബറിനെ തകർക്കണം, നൂറെ നീ കയറ്റാൻ നോക്കുന്നു. അങ്ങനെ ആരെങ്കിലും പറയൂ? മന്ദബുദ്ധികളല്ലേ അതിനകത്ത് നിൽക്കണവർ തന്നെ മന്ദബുദ്ധികളാണ്. മലയാളികൾ ചോറാണല്ലോ കഴിക്കണത്. ചോറാണെങ്കിൽ ഇത്ര മന്ദബുദ്ധികളാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് കിടക്കണ എല്ലാ മന്ദബുദ്ധികൾ തന്നെ. നൂറ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് കാര്യം. ഷാനവാസ് വിളിച്ച് അനുമോളെടുത്ത് കാര്യങ്ങൾ ചോദിക്കണം. അപ്പം അനുമോൾ കരയുന്നുണ്ട്. മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യമാണെങ്കിലും അല്ല. ഇവള് പറഞ്ഞിരിക്കണം എന്തോന്നാണ്, ആദിലേയും ഇവളും കൂടെ ആ നമ്പർ കൊണ്ടുവന്ന് വേസ്റ്റ് കുട്ടയിലിട്ടെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ നമ്പർ അനുമോൾ പറയുന്നുണ്ട് അവളെ കബോർഡിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അനുമോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. എന്തെല്ലാം ആ കുട്ടി അവിടെ കിടന്ന് കാണിച്ച് എന്ത് സങ്കടം വരും തന്നെ. ലക്ഷ്മിയാണ് സമാധാനത്തിന് വന്നത്, എന്നിട്ട് പോലും അവളെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അപ്പം അവരതിനെപ്പറ്റി ക്രൂശിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ് എല്ലാവരും കൂടെ അതിനകത്ത്. അപ്പം നമുക്ക് ഈ കള്ളിയായ നൂറ ഇതിനൊക്കെ ശേഷം കബോർഡിൽ നിന്ന് എടുത്തോണ്ട് ഇവൾ ഓട്ടമുണ്ട്. വേസ്റ്റ് ബക്കറ്റിലിട്ടെന്ന് പറഞ്ഞ സാധനം ആ നമ്പർ എന്തിന് കൊണ്ടുപോയി മാറ്റി. ഇവളെടുത്തോണ്ട് പോണ കള്ളി കയ്യിൽ അവിടെ നിന്ന് എടുത്തും കൊണ്ട് കയ്യിൽ കള്ളി പിടിച്ചോണ്ട് പോവേണ്. അപ്പോഴതിൽ വെച്ച് മനസ്സിലായി ഇവൾ കള്ളത്തരമാണ് കാണിച്ചതെന്നും എല്ലാം മനസ്സിലായി. വീണ്ടും ഈ കുട്ടി അങ്ങ് പൊട്ടിക്കരയാണ്. എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അതത്ര ആ രീതിക്ക് തകർത്താം. അതായത് ഇപ്പോ അതിലേക്ക് ഫുൾ നെക്കായിട്ടുണ്ട്. അതായത് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ ഷാനവാസ് പറയുന്നത്? അല്ല, ഷാനവാസ് നിങ്ങൾക്കുള്ള അതായത് അവൾ അവിടെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഷാനവാസിന് പറയുന്നത് അനു ചോദിച്ച ചോദ്യം എത്രയാണ്, എന്തായാലും കുറച്ച് നമ്പർ എവിടെയാണ് അല്ലേ, നമ്പർ എവിടെ? അല്ല, ആ നമ്പർ കിട്ടിയിട്ടൊക്കെ എന്തിനാ അവളുടെ കയ്യിൽ. ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചത് അവള് ആദിലയ്ക്കും നൂറയ്ക്കും എഴുതി കൊടുത്ത നമ്പർ എവിടെ, ആ കബോർഡിനകത്തുണ്ട്, അതെടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് കട്ടപ്പ ശൈത്യയും സരികയും കൂടെ വന്നിട്ടാണ് ഈ കാര്യം പറയണത് നൂറയുടെ അടുത്ത്. അപ്പോൾ പറയണ അവൾക്ക് ആ നമ്പർ കിട്ടിയിട്ടിപ്പോൾ എന്തേര് വേണമെന്ന്. ആദിലെഴുതി കൊടുത്ത നമ്പർ ഓക്കെ. അത് ഞങ്ങളെ നമ്പർ, ഞങ്ങളെ പേഴ്സണൽ തിരിച്ചു കൊടുത്ത് അവർ നിങ്ങളെ നമ്പർ അവളേലും കൊടുത്തില്ല. കൊടുത്തു, അത് നമ്മളെ പേഴ്സണൽ നമ്പർ. ഇവള് പറയണ എന്തൊരു അഹങ്കാരമാണെന്നറിയാം. കള്ളികളെ നീയൊക്കെ എത്ര നാൾ പോകൂ ഇങ്ങനെ നമ്പർ. അതേപോലെ തന്നെ ആദിലേക്ക് കൊടുത്ത നമ്പർ ഇവളുടെ ചേച്ചിയുടെ ആണ് പറയുന്നത്. ചേച്ചിയുടെ നമ്പർ ചേച്ചീനെ നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ആക്കി. ചേച്ചീന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഇയാറെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാനാണ് പിന്നെ അനുമോള് പറഞ്ഞത്. എങ്ങനെ വളച്ചൊടിക്കണം എന്ന് നോക്കിക്കൊള്ളണം. PR-ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയാനാണ് പറഞ്ഞത്. നമ്പറല്ലേ കണ്ടിരിക്കുന്നത്? അല്ല, ചേച്ചിയുടെ നമ്പർ. പക്ഷെ അതിലെന്റെ അതിലെ പറഞ്ഞ PR-ന്റെ നമ്പറാണ് കൊടുത്തേക്കണേന്ന് പറഞ്ഞത്. അപ്പം രണ്ടും ഇത് കള്ളി തെളിഞ്ഞവിടെ, കള്ളം തെളിഞ്ഞ്. അപ്പോഴും ഇവള് പറയാണ് ഇനി ആദിലേരെടുത്ത് ചോദിക്കാം. അപ്പം ഒരാൾ പറയണ് ഞാൻ പ്രധാന വാതിലൂടെ, അത് കേൾക്കാം. വീണ്ടും വലിച്ചടിച്ചല്ലോ. നീ പറഞ്ഞ ഇന്നലെ ആത്മഹത്യയുള്ളതാണ് പറഞ്ഞു. ഞാൻ ചേച്ചിൻ്റെ പറഞ്ഞത്. അയ്യോ,
ഞാൻ ബിഗ് ബോസ് പ്രധാനമന്ത്രി തുറന്നുതരാം. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് പ്രധാനമന്ത്രി ഞാൻ എനിക്കറിഞ്ഞോ അതിനോട് ചോദിച്ച സത്യം പറയാൻ രണ്ടുപേർക്കും പേടിയായി. ഈ ശൈത്യരടുത്തും പറഞ്ഞിരിക്കുന്നത് ആദില പറഞ്ഞത് PR-ൻ്റെ നമ്പറാണ് കൊടുത്തതെന്നാണ് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. നൂറേരടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴേ അനുമോള് പറയുന്നു അല്ല എൻ്റെ ചേച്ചിയുടെ നമ്പറാണ്, അല്ലെങ്കിൽ അനുമോളെ നമ്പർ ആയിക്കോട്ടെ, ചേച്ചിയുടെ നമ്പർ എന്നാണ് പറഞ്ഞവർ വന്ന് അവിടെ പറയണത്. ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചിട്ട് അതിൽ അങ്ങ് ഇറങ്ങിയതിന് ശേഷം വിളിച്ചതിന് ശേഷം PR-ഉമായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞതെന്ന്. എങ്ങനെ ഉണ്ട്? അതാണ് കള്ളം. വളഞ്ഞ് കള്ളം പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാണ് അത് ശരിയായി കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ അറിയണ്ടേ. അതിന് ശേഷം നമ്മുടെ അനുക്കുട്ടി ഇരുന്ന് ഭയങ്കരമായ കരച്ചിൽ കരയുന്നുണ്ട്. മണിക്കൂറുകളേ ഉള്ളൂ ഈ സമയത്ത് നീ കരയത്തുമ്പോൾ ഈ സമയത്ത് മാത്രം, ഈ ഒരു ടൈം മാത്രം, ഇത് നീ ചെയ്ത കാര്യങ്ങളല്ല, നിന്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങൾ പോലുമല്ല. അപ്പൊ അവരത് പറയുമ്പോൾ നിന്നെ തളർത്തുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിലാണ്. കേൾക്കുന്നുണ്ടോ? അത് നീ സ്ട്രോങ്ങർ ആയതുകൊണ്ടായിരിക്കാം, നിന്നെ തളർത്താനായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷിക്കരുതെന്ന് കഷ്ടം എന്തോ ആവാം. അവരുടെ ഉദ്ദേശം എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൽ നീ നിരപരാധി, നിനക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ വരുന്നവരാ. ഈ PR ഇങ്ങനെ കട്ട് ചെയ്യാനും ഈ പറയുന്ന വീഡിയോ കട്ട് ചെയ്യാനും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ അല്ലാതെ ഒരിക്കലും എന്നെ പറയുന്ന ആൾക്കാരെ പോയി കമന്റ് ഇടാനോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പോസ് നിൽക്കുന്ന ആൾക്ക് എതിരെന്തെങ്കിലും ചെയ്യണമെന്നൊന്നും എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും കണ്ടിട്ടില്ല അത്ര വ്യക്തിയാണ്. പിന്നെ എനിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? എനിക്ക് പേടിയില്ല, ഞാൻ ഔട്ടായി. ഹലോ ഹായ്. അപ്പം ലക്ഷ്മിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അനുമോള് ഭയങ്കര കരച്ചിലുണ്ട്. അതാർക്കായാലും ചെയ്യാത്ത തെറ്റ് തലമണ്ടയിൽ അടിച്ചു വെക്കും. അത് കൂട്ടായി നിന്നിട്ട് ചെയ്യാത്ത തെറ്റ് അടിച്ചു വെച്ചപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റും. പക്ഷെ അനുമോൾക്ക് പല അനുഭവങ്ങളും എവളിൽ നിന്ന് ആരുണ്ടായി. കെട്ടിലമ്മേന്ന് മുതുക്കിന്നും എന്തേരുന്ന് കിളവിന്നും അമ്മായിയമ്മ, പിന്നെ കുലസ്ത്രീ. ഈ കുട്ടിയായതെല്ലാം സഹിച്ച്, സത്യം പറയാമല്ലോ, ഇത് സ്ത്രീ സഹിച്ച് നിൽക്കണമെങ്കിൽ എൻ്റെ പൊന്നനുമോളെ, നിനക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും ലക്ഷങ്ങൾ കിട്ടിയില്ലെങ്കിലും ശരിയാണ്, നീയാണ് ഒരു പെൺകുട്ടി. നീ അത്ര അവിടെ സഹിച്ച് നിന്നെങ്കിൽ സമ്മതിച്ചു, ആരെ കൊണ്ടും പറ്റൂല. ഇതുപോലെ അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടിയാണ്. ഇവർക്ക് അതിനകത്ത് സുഖം എന്തെന്നറിഞ്ഞിട്ടില്ല, ഒന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഒന്ന് നേരെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് മുതൽ ചെന്ന് കയറി അന്ന് മുതൽ 99 ദിവസം വരെ ആയി നിൽക്കണി. ഇത്രയും ദിവസം വരെ ഇന്നിപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഇന്നിരുന്നോണ്ട് പറയണ ലൈവിൽ ഷാനവാസിൻ്റെ അടുത്ത്. ഷാനവാസിക്ക് ഇപ്പോൾ വീട്ടിനൊരു സമാധാനമായി. വന്ന് കയറിയതും വാഴകൾ പോയിട്ട് വന്ന് കയറിയത് എല്ലാം കൂടെ ആക്രമിക്കുകയാണ്. എന്തിനാണ്? ഇവളെ സപ്പോർട്ട് തകർക്കാൻ വേണ്ടിയിട്ട്. ഇവളെ കരയിക്കണം, ഇവളെ കരയിച്ചിട്ടില്ല മാനസിക രോഗിയാക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചതാണ്. ലക്ഷ്മിയാണ് സമാധാനിക്കാൻ വരണ. എന്തൊരു പ്രശ്നം നടന്നാലും ഗസ്റ്റായിട്ട് അവർ എവിക്റ്റായി പോയ ആളുകളാണ്. പക്ഷേ ലക്ഷ്മിക്ക് മാത്രം ഇത്തിരി ഒന്ന് സ്നേഹം ഉണ്ടായിരുന്നു. ഇത്തിരി നല്ല ലക്ഷ്മിക്ക് മാത്രമേ ഉള്ളായിരുന്നു സ്നേഹം. ബാക്കി എല്ലാവരും അനുമോളെ ചതിക്കുകയാണ് ചെയ്തത്. കൂട്ടുകാരികളായിട്ട് നിന്ന 3 പേരും ചതിച്ചു. കൊടുത്ത് നല്ല പൈസക്ക് കൊടുത്ത് സേഫ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അവരുടെ അടുത്തോട്ട് ഈ ടാർഗറ്റ് എത്തുന്നതേ ഇല്ല, ആരും അങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നില്ല. അവർക്ക് സന്തോഷം. ഓക്കെ, അനുമോൾ ഒരാളുണ്ട് ബലിയാടായിട്ട്. PR-ന്റെ എല്ലാ അലിഗേഷൻസും ഒരാളോട് മാത്രം. ഇത് ഒരാൾക്കല്ലുള്ളാനോ, ഒരാളല്ല എടുക്കുന്നത്. ഗെയിമിൽ വരുന്ന സ്മാർട്ടായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്നവർ കുറച്ച് ഇതും കൂടെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ആരും നിൽക്കത്തില്ല. പൈസ കൊടുത്തിട്ട് വന്നവരാരും നിൽക്കത്തില്ല. അപ്പൊ ഒത്തിരി ലക്ഷങ്ങൾ കൊടുത്തിട്ടോ എന്നിട്ട് ഇവിടെ വന്ന് ഒരു തേങ്ങാ പിണ്ണാക്കം ചെയ്യാതെ ഇവിടെ ഇരുന്നിട്ട് കിട്ടാതെ പോയവരുടെ ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പുറത്തെ കാര്യമാണോ പറയുന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ, നിനക്ക് ചോദിച്ചാൽ സ്വയം ചോദിച്ചാൽ അറിയാൻ പറ്റും. നീ ഇവിടെ വെറുതെ ഇരിക്കല്ലായിരുന്നു. ഞാൻ പറയേണ്ട കാര്യമില്ല. നിന്റെ അപ്സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിന്റെ ഡൗൺ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ കണ്ടന്റോ അതോ ഗെയിമോ എന്തിനാണ് നിന്റെ സ്ട്രോങ് പോയിന്റ് നിനക്ക് നന്നായിട്ട് അറിയാം. ഒന്നും ചെയ്യാതെ ഇവിടെ ആരും നിൽക്കത്തില്ല, ഇത്രയും ദിവസം നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുവായിരുന്നു വരുത്തി തീർക്കാൻ കൊടുത്തവര് അനാവശ്യമായിട്ട് ടാർഗറ്റ് ചെയ്യോ അനുവദില്ലേ. അത് കുറച്ചെങ്കിലും നിനക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കുത്തിയിരുന്ന് കരയാതെ എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. പിന്നെ എന്തിനെ വേദനിപ്പിക്കുന്നത്? അത് കുത്തി നോവിക്കുന്നത് അവർക്ക് ഒരു വിന്നിങ് പോയിന്റോട്ട് എത്തത്തില്ല എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഇപ്പൊ എന്താ ജിഷിന്റെ അടുത്ത് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് അത്രയും ദിവസം PR കൊണ്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിക്കാണ്. പെയ്ഡ് PR എനിക്കില്ല.
എനിക്ക് എടുക്കണമായിരുന്നെങ്കിൽ പൈസ കൊടുത്ത് അതിലും മുന്നേ ഞാൻ എടുത്ത് കൂടുതൽ പൈസ കൊടുത്ത് എനിക്ക് വേണമെങ്കിൽ എടുക്കാറുണ്ട്. എനിക്ക് ആ പൈസ അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് നിൽക്കേണ്ട അത്രയും ദിവസം നിന്നാൽ മതിയേ ഉള്ളൂ. വിന്നർ ആവണമെന്നില്ല, എനിക്ക് അത്യാവശ്യം ആൾക്കാരെ തിരിച്ചറിയണം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കിട്ടി, എനിക്ക് കിട്ടിയതിൽ ഹാപ്പിയാണ്. പക്ഷെ പൈസ കൊടുത്തവർക്ക്, ഒത്തിരി പൈസ കൊടുത്ത് ഇവിടെ വന്നവർക്ക് ആ കൊടുത്ത പൈസയുടെ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവർ കാണുന്നത്. ബിക്കോസ് ഞാൻ പുറത്തെ കാര്യം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരെല്ലാവരും പൈസ കൊടുത്തിട്ട് PR ചെയ്തിട്ടാണ് ഇവരകത്ത് കയറുന്നത്. അപ്പോൾ ഇവർ PR കൊടുത്ത ആ PR കൊടുത്ത പൈസയ്ക്ക് ഇവർക്ക് മുതലാക്കും മുമ്പ് ഇവരെല്ലാവരും എവിക്റ്റായി പോയി. സത്യം പറഞ്ഞാൽ അനുവിനെ ഓരോന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അനുമോളെന്ന് പറഞ്ഞാൽ ഇവിടെ ജെനുവിനായിട്ടാണ് അവൾ നിൽക്കുന്നത്. പെട്ടെന്ന് അവൾ സങ്കടം വന്ന് കരയണ ഒരു കുട്ടിയാണ്. ഈ കയറിപ്പോയ ആളുകൾക്ക് എല്ലാവരും PR കൊടുത്തിട്ടാണ് നിൽക്കണം. ഏതൊരു കാര്യത്തിനും PR ഇല്ലാതെ പറ്റൂല. അനുവിനെ മാക്സിമം തളർത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അകത്തോട്ട് കയറിയത്. അനു ഇത്രയും ദിവസം നിന്നു. അപ്പോൾ എല്ലാവർക്കും PR ഉണ്ട്. പിന്നെ അതുപോലെ ശവങ്ങളെല്ലാം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇറങ്ങിപ്പോയപ്പോൾ എന്തോ ഒരു ശാന്തത ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, സമാധാനമായെന്നു, സന്തോഷമായി, എന്തൊരു ശാന്തതയെന്ന് മനസ്സിന്. അനുമോൾ അതിനകത്ത് സന്തോഷിച്ചിട്ടില്ല. അനുമോൾക്ക് ദുഃഖമായിരുന്നു. എല്ലാം കൂടെ അടിച്ചമർത്തി എന്തെല്ലാം പ്രവൃത്തി ആ പെൺകുട്ടിയെ കാണിച്ച് എല്ലാവർക്കും അറിയാത്. ലക്ഷ്മി പറഞ്ഞത് വെറുതെ ഇല്ല. എവളെയൊന്നും പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ കൊള്ളൂല.